ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്ന് തെളിയിച്ച് ശാസ്ത്രീയ കൃഷിരീതിയിലൂടെ മാതൃകയാവുകയാണ് ചെറുപുഴ മീൻതുള്ളിയിലെ പരമ്പരാഗത കർഷകൻ മത്തായി. 78-ാം വയസ്സിലും കൃഷിയിൽ വിസ്മയകരമായ പരീക്ഷണ വിജയങ്ങളാണ് ഈ കർഷകൻ സ്വന്തമാക്കുന്നത്. കുരുമുളക് ഗ്രാഫ്റ്റിംഗ്, കുറ്റിക്കുരുമുളക് എന്നിവ സ്വന്തമായി വിജയകരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ തോട്ടം കാണാൻ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി സന്ദർശകരാണ് ദിവസേന മീൻതുള്ളിയിലെ വീട്ടിലെത്തുന്നത്. സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുന്ന മത്തായി ശാസ്ത്രീയ കൃഷിരീതിയിലൂടെ കുരുമുളകിന് പുറമെ കാപ്പിയിലും നിലവിൽ മികച്ച വിളവാണ് കൊയ്തെടുക്കുന്നത്. പരമ്പരാഗത അറിവുകളെ ആധുനിക കൃഷിശാസ്ത്രവുമായി സമന്വയിപ്പിച്ചാണ് മത്തായി ചേട്ടൻ കാർഷിക മേഖലയിൽ മികച്ച വരുമാനം നേടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും വിജയഗാഥയും മലയോര മേഖലയിലെ മറ്റു കർഷകർക്കും വലിയ രീതിയിൽ പ്രചോദനമാവുകയാണ്. നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും പരമ്പരാഗതമായ കൃഷിരീതി അവലംബിക്കുന്ന, അതോടൊപ്പം ശാസ്ത്രീയ കൃഷിരീതി അവലംബിക്കുന്നതായ കർഷകനാണ് മത്തായി ചേട്ടൻ. അപ്പോൾ മത്തായി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ടെക്നോളജി സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കൃഷിഭവൻ നൽകുന്ന ഒരുപാട് പരിശീലനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നിത്യ സന്ദർശകരാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അദ്ദേഹത്തിന് അവാർഡും ആദരവെല്ലാം നൽകിയതാണ്. അപ്പോൾ ഈ വർഷം പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിയിൽ മികച്ച വിളവാണ് മത്തായി ചേട്ടന്. കാപ്പിയിൽ മികച്ച വിളവുണ്ടാകാനുള്ള കാരണം മത്തായി ചേട്ടൻ തന്നെ പറയും. കാരണം അത്രയും ശാസ്ത്രീയമായ രീതി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം. നമ്മൾ സാധാരണ രീതിയിൽ പൊട്ടാസ്യത്തിന്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. പൊട്ടാസ്യെല്ലാം വേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ സൂക്ഷ്മ മൂലകങ്ങൾ, മണ്ണ് പരിശോധന, ഇതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ട് കൃഷിയിടം അതേ രീതിയിൽ ഈ പ്രായത്തിലും അതേ രീതിയിൽ കൃഷിയിടം സംരക്ഷിക്കുന്നത് മാത്രമല്ല, സ്വയം തന്നെ കൃഷിയിടത്തിൽ വളരെ, നമുക്കിപ്പോൾ ഈ ചേനത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ നീറ്റായി ഒരു പുല്ല് പോലും ഓരോ ദിവസവും പുല്ല് പറിക്കുന്ന രീതിയിലാണ് ഈ ചേനത്തോട്ടം. അതുപോലെ തന്നെ കപ്പ, വാഴ, അപ്പുറം നമ്മളെ കുരുമുളക് ഉണ്ട്. കൃത്യമായിട്ട് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പലി വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഒരു ഭാഗത്ത് പച്ചക്കറി, വഴുതിന അവിടെ ചെയ്തിട്ടുണ്ട്. കുരുമുളകാണെങ്കിൽ ഇതൊരു മികച്ച കുരുമുളക് തോട്ടമാണ്. കുരുമുളക് കൃഷിയെ കുറിച്ച് ഒരു 2 വാക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ അത് വളർന്നു വരുന്ന എത്ര മീറ്റർ ആണ് പിന്നെ മത്തായി ചേട്ടൻ പറഞ്ഞത്, എന്നാലും മികച്ച വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് എത്ര മീറ്റർ വരെ ഉയരത്തിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്? 30 മീറ്റർ. 30 മീറ്റർ വരെ ഉയരത്തിൽ ആണ് അത് മികച്ച. അങ്ങനെയുള്ള തോട്ടങ്ങളാണ്, തോട്ടത്തിലുള്ള കുരുമുളക് വള്ളികളാണ് ഏറ്റവും കൂടുതൽ മികച്ച വിളവ് തരുന്നത്. ഈ തയ്യനെ വരുന്ന 1 മാസം കൂടെ കഴിയുമ്പോഴത്തേന് കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നേരം ഒന്ന് കരിവണ്ടിയോ പന്നിയിലോ അല്ലെങ്കിൽ കുമ്പുങ്കലോ ഏതെങ്കിലും ചെയ്യും. പൊടിയിടാൻ വേണ്ടിയിട്ട് താമസം മുളയില്ലാതെ താമസം വിളിച്ചതാണ്. ചിലത് നല്ല വലുപ്പം വന്നിട്ടുണ്ട്, കിഴങ്ങിന്റെ വലുപ്പം. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ വിത്തുകളാണ് വെച്ചത്. വാഴ കളിക്കാറായി സാറേ. പൊട്ടാസ്യത്തിന്റെ കുറച്ച് കുറവ്. കാൽസ്യം ഇല്ല, പൊട്ടാസ്യം 2 ആഴ്ച കൊടുത്തിട്ട് കാൽസ്യം കൊടുക്കുന്നുണ്ട്. അതായത് കാൽസ്യം വരുമല്ലോ പിണ്ണാക്ക് സൈഡ് കിട്ടാം. കുറച്ചൊരു കുമ്മായും കൂടി കൊടുത്താൽ ഇപ്പൊ 2 കുമ്മായി കിട്ടണം കുട്ടികളെ. എന്ത് പറയുന്നു? അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം
ചെറുപുഴയിൽ.